പാലക്കാട്ട് കൊച്ചുകുട്ടികളുടെ നേതൃത്വത്തിൽ നടന്ന കരോൾ സംഘത്തിന് നേരെ ക്രൂരമായ ആക്രമണം നടത്തിയ സംഘപരിവാർ അനുകൂലികൾക്ക് ചുട്ട മറുപടിയാണ് പാലക്കാട്ടെ സഖാക്കൾ കൊടുത്തത്. കേരളത്തിൽ വർഗീയ വിഷം വമിപ്പിച്ച് ഉത്തരേന്ത്യൻ മോഡലിൽ കരോൾ സംഘങ്ങൾക്കും ക്രൈസ്തവർക്കും നേരെ പാഞ്ഞെടുക്കുന്ന വർഗീയ വിദ്വേഷികളുടെ നെഞ്ചത്തടിച്ചുകൊണ്ടാണ് ഈ ക്രിസ്മസ് രാത്രി കേരളം ഒറ്റക്കെട്ടായി ആഘോഷിക്കാൻ പോകുന്നത്. ആദ്യമായി പാലക്കാട്ടെ ഡിവൈഎഫ്ഐയുടെ സഖാക്കൾ, ചുണക്കുട്ടികൾ സംഘപരിവാറിൻ്റെ വർഗീയതയ്ക്കെതിരെ, ക്രൈസ്തവ വിദ്വേഷത്തിനെതിരെ നടത്തിയ പ്രതിഷേധ കരോൾ കണ്ടിട്ട് ബാക്കി വിഷയത്തിലേക്ക് വരാം. കാരണം ഇത് കേരളമാണ്. ഇവിടെ നമ്മൾ ഓണവും പെരുന്നാളും ക്രിസ്തുമസും ഒക്കെ ഒരുമിച്ചിരുന്ന് ആഘോഷിക്കുന്ന ഒരു ശീലമാണ് മലയാളികൾക്ക് പൊതുവെ ഉള്ളത്. പക്ഷേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്നതിന് സമാനമായ രീതിയിൽ ക്രിസ്മസ് കരോളിന് നേരെ ആസൂത്രിതമായി RSSന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം കരോളുമായി ചെന്ന 10, 12, 14 വയസ്സ് പ്രായം മാത്രമുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് നേരെ വലിയ ആക്രമണമാണ് അവർ നടത്തിയിട്ടുള്ളത് RSSന്റെ നേതൃത്വത്തിൽ. അതിന് പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത് കേരളത്തിന്റെ മതനിരപേക്ഷ സ്വഭാവത്തെ വിളിച്ചുണർത്തുന്ന ഒരു കരോളായി ഇത് സംഘടിപ്പിക്കണമെന്ന് ഡിവൈഎഫ്ഐ ആലോചിച്ചതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധ കരോൾ നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ തീരുമാനത്തിന് ഡിവൈഎഫ്ഐക്ക് നിറഞ്ഞ അഭിവാദ്യങ്ങൾ, കയ്യടികൾ. കാരണം ഇങ്ങനെ തന്നെ വേണം വർഗീയ വിദ്വേഷികൾക്ക് ചുട്ട മറുപടി കൊടുക്കാൻ. പാലക്കാട് 8ലും 10ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ CPMന്റെ പേരെഴുതിയ ബാൻഡ് സെറ്റുമായിട്ട് കൊട്ടി നടക്കുകയാണ്. ഒരു കരോളാണ്. കരോളിന് അങ്ങനെ പള്ളിയും പട്ടക്കാരും സഭയും മാത്രമൊന്നുമല്ല, കേരളത്തിൽ ഇഷ്ടമുള്ളവരൊക്കെ കരോൾ നടത്തും. കാരണം അങ്ങനെ മതത്തിൻ്റെ വേലിക്കെട്ടുകൾക്കുള്ളിൽ നിന്ന് തിരിഞ്ഞിട്ടല്ല നമ്മൾ ഓരോ ആഘോഷങ്ങളെയും കാണുന്നത്. അപ്പോൾ അങ്ങനെ കരോളുമായി പോയപ്പോൾ ഉത്തരേന്ത്യയിലെ വർഗീയ വിഷമൊക്കെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അതേപടി ഉൾക്കൊണ്ട ഒരു വിഷജീവിയായ സംഘപരിവാറുകാരൻ ഇത് കണ്ട് കലിമൂത്ത് ഈ പിള്ളേരെ ആക്രമിച്ചു. എന്നിട്ട് അവിടുത്തെ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു BJP നേതാവ് ഒരു നെറികെട്ട വർത്തമാനവും നശിച്ച ന്യായീകരണവും പറഞ്ഞു. എന്താണെന്നറിയോ, ഈ കുട്ടികൾ മദ്യപിച്ചിരുന്നു അത്രേ. ഉളുപ്പുണ്ടോടാ നിനക്ക് എന്ന് ചോദിക്കാൻ അവിടെ ഡിവൈഎഫ്ഐ ഉണ്ടായിരുന്നു. ശക്തമായി തന്നെ പ്രതിഷേധിച്ചു. ആ പ്രതിഷേധമാണ് ഈ പ്രതിഷേധ കരോൾ എന്നതിലൂടെ നമ്മൾ കണ്ടത്. എന്ന് മാത്രമല്ല, ഇന്ന് രാവിലെ ഷോൺ ജോർജ് വന്ന് ന്യായീകരിച്ച് മെഴുകുകയാണ്. എന്താ പറയുന്നത് ഷോൺ ജോർജ്? മര്യാദയ്ക്ക് നല്ല രീതിക്ക് കരോൾ നടത്തിയില്ലെങ്കിൽ, മാന്യമായി കരോൾ നടത്തിയില്ലെങ്കിൽ തല്ല് കിട്ടും, തല്ല് മേടിക്കും. ഇത് തന്നെയാണ് ഉത്തരേന്ത്യയിലെ ഇവരുടെ ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംഘപരിവാർ അനുകൂലികൾ, VHP, ബജ്രംഗ് ദൾ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ ജീവിച്ചില്ലെങ്കിൽ അടി കിട്ടും. ഞങ്ങൾ പറയുകയാണ് കരോൾ വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, ഞങ്ങൾ പറയുന്ന പോലെ ജയ് ശ്രീറാം വിളിച്ചു വേണേൽ കരോൾ നടത്തിക്കോ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇതൊക്കെ തന്നെയല്ലേ ഷോണും വേറെ രീതിയിൽ പറയുന്നത്. പക്ഷെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ശക്തമായി തിരിച്ചടി കൊടുത്തിരിക്കുകയാണ് ഈ വർഗീയ വിദ്വേഷികൾക്ക്, സംഘപരിവാറിൻ്റെ ഉത്തരേന്ത്യൻ മോഡൽ കളികളുമായി ഇവിടെ വന്നവർക്ക്. കേരളമെമ്പാടും ഇന്ന് ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കരോൾ സംഘങ്ങൾ, അതുപോലെ തന്നെ തെരുവുകളിൽ ഡാൻസുകൾ, അങ്ങനെയുള്ള പല 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 ദൃശ്യങ്ങളും വന്നുകൊണ്ടിരിക്കുക. അത് കുറച്ചൊന്നും നമുക്ക് കാണാം. BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ഇതുപോലെ തെരുവിൽ ക്രൈസ്തവർക്ക് ക്രിസ്മസ് ആഘോഷിക്കാനോ, ഡാൻസ് കളിക്കാനോ, സാന്റാക്ലോസിൻ്റെ രൂപത്തിൽ വരാനോ, ക്രിസ്മസിന് പടക്കം പൊട്ടിക്കാനോ ഒന്നും കഴിയില്ല. ഒഡീഷയിൽ റോഡരികിൽ നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം ദൃശ്യങ്ങൾ. റോഡരികിൽ സാന്താക്ലോസിൻ്റെ കുപ്പായമൊക്കെ വിൽക്കാൻ വന്ന ഒരുത്തനെ സംഘപരിവാരം വന്ന് ആട്ടി ഓടിക്കുകയാണ്. പലയിടങ്ങളിലും ക്രൈസ്തവർക്ക് നേരെ സംഘപരിവാറുകാർ കടന്നാക്രമണം നടത്തുകയാണ്. ഇത്രയും വലിയ വിഷയങ്ങൾ പാലക്കാട് ഉൾപ്പെടെ ക്രൈസ്തവ സമൂഹത്തിന് നേരെ വലിയ ആക്രമണങ്ങൾ ഉണ്ടായിട്ട് ഷോൺ ജോർജോ, PC ജോർജോ, അനൂപ് ആൻ്റണിയോ, അനിൽ ആൻ്റണിയോ, എന്തിന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരോ പോലും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടില്ല. കാസ കൂസ പോലെയുള്ള കുറേ മുതലെടുപ്പ് സംഘടനകളുണ്ട്. ക്രിസ്ത്യാനിയുടെ പേര് കളയാൻ, ക്രിസ്ത്യാനിയുടെ പേരിൽ കലാപമുണ്ടാക്കാൻ, ക്രിസ്ത്യാനിയുടെ പേരിൽ വർഗീയത വമിപ്പിക്കാൻ, ഈ സമൂഹത്തെ ദൂഷിപ്പിക്കാനായിട്ട് നടക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട്. അവന്മാരൊക്കെ ചത്ത പോലെ അഭിനയിച്ച് കിടക്കുകയാണ്. ഇവരൊന്നും വായ പൊങ്ങില്ല, ഇവരൊന്നും വാ തുറക്കില്ല. കാരണം ഇവൻ്റെ ലക്ഷ്യം ക്രൈസ്തവരെ രക്ഷിക്കലല്ല, മറിച്ച് കലാപം, സംഘർഷം, വിദ്വേഷം, കുത്തിത്തിരിപ്പുണ്ടാക്കലാണ്. വഴിയെ പോകുന്ന മുസ്ലിമിനെ കാണിച്ച് ഇവൻ ഭീകരവാദിയാണ്, അവനെ അടിക്കണമെന്ന് ആഹ്വാനം ചെയ്യാനല്ലാതെ ഈ സമൂഹം അഭിമുഖീകരിക്കുന്ന യഥാർത്ഥ വർഗീയ വിഷയങ്ങളെ ഒന്ന് അടയാളപ്പെടുത്താൻ പോയിട്ട് അതേക്കുറിച്ചൊന്നും മിണ്ടാനുള്ള നട്ടല് പോലുമില്ല ഇവന്മാർക്ക്.
എന്നിട്ടാണ് ക്രിസ്ത്യാനിയുടെ സംരക്ഷകരാണെന്ന് പറഞ്ഞ് വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ക്രിസ്ത്യാനിയുടെ പേരിൽ പണമുണ്ടാക്കുക, ഭീതി വിതയ്ക്കുക, ക്രിസ്ത്യാനികൾക്കിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുക, മതനിരപേക്ഷ കേരള സമൂഹത്തിൽ വർഗീയത കോരിയൊഴിക്കുക, ആവശ്യമുള്ളിടത്തും ഇല്ലാത്തിടത്തും ഒക്കെ ആവശ്യമില്ലാത്തിടത്ത് മാത്രം മതം തിരികെ കയറ്റി കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ഇവരുടെ അജണ്ട എന്നിപ്പോൾ ക്രൈസ്തവ സമൂഹം തിരിച്ചറിയുകയാണ്. ക്രൈസ്തവ സമൂഹം തിരിച്ചറിയണമെന്ന് പറയുകയാണ്. ഉത്തരേന്ത്യൻ മോഡലിൽ പല കളികളും ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവരൊന്നും മിണ്ടാതിരിക്കുന്നത്. ഇപ്പോഴും മിണ്ടാതിരിക്കുകയാണ്. വളരെ വളരെ അപലപനീയമെന്നേ പറയാനുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ കുറേ ദൃശ്യങ്ങൾ ഇങ്ങനെ പുറത്തു വരുന്ന ആ ദൃശ്യങ്ങളിലൊക്കെ നോക്കുക. തലയിൽ തൊപ്പി വെച്ചൊരു മുസൽമാനായിട്ടുള്ള ഒരു വ്യക്തി തൃപ്പൂണിത്തുറയിലോ മറ്റോ ആണ്, ബാൻഡ് സെറ്റ് അടിച്ച് നിൽക്കുകയാണ്. കരോത്സംഘത്തിൻ്റെ കൂടെ അവരുടെ സാന്റാക്ലോസിൻ്റെ കൂടെ നിന്ന് അടിക്കുകയാണ്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ ഒറ്റക്കെട്ടായി റോഡിൽ ക്രിസ്മസ് ആഘോഷം നടത്തുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് കുരു പൊട്ടുന്നവന്മാരാണ് ഈ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഹിന്ദു രാഷ്ട്രമാണെന്നും പശു അമ്മയാണെന്നും പോത്ത് അച്ഛനാണെന്നും കാള വല്യച്ഛനാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന വിശ്വസിക്കുന്ന കുറേ മണ്ടന്മാരുണ്ട്. ഇവരാണ് തീവ്ര വർഗീയ വിഷവുമായിട്ട് ഈ നാട്ടിൽ ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്. അവർക്ക് ഒറ്റക്കെട്ടായി മറുപടി കൊടുക്കുകയാണ് കേരളം ചെയ്തത്. കേരളത്തിൻ്റെ മറുപടി അത്രയും കൃത്യമാണ്. രാജ്യം മുഴുവൻ ഇന്ന് കേരളത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. ഉറപ്പായിട്ടും അവരത് കാണും. ഇത്രയും മനോഹരമായൊരു നാടാണിത്. നട്ടുള്ളൊരൊപ്പുള്ളൊരു ഭരണകൂടം കൂടിയുണ്ട്. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും അക്രമികൾക്കെതിരെ നടപടിയെടുക്കാൻ ഭരണകൂടം മടിക്കുമ്പോൾ ഇവിടെ കരോത്സംഘത്തിന് നേരെ ആക്രമണം നടത്തിയ അക്രമിയെ മിനിറ്റ് വെച്ച് അഴിക്കുള്ളിലാക്കാൻ സർക്കാരിനും പോലീസിനും സാധിച്ചു. കൈയടിക്കേണ്ട പ്രവൃത്തി തന്നെയാണിത്. ഇന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ അങ്ങനെ നടപടിയെടുക്കാൻ വർഗീയത വളർത്തുന്നവർക്കെതിരെ, വർഗീയ ഭ്രാന്തന്മാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ ഒരു ഭരണകൂടത്തിന് കഴിയുന്നു എന്നുള്ളത് തന്നെ കയ്യടി നൽകേണ്ട കാര്യമാണ്. ഇത് മാത്രമല്ല, കേരളം ഒറ്റക്കെട്ടായി പ്രതിഷേധം രേഖപ്പെടുത്തി കരോത്സംഘങ്ങൾക്കും ക്രൈസ്തവ സഹോദരങ്ങൾക്കും ഐക്യദാർഢ്യം അർപ്പിച്ചു, പിന്തുണ അർപ്പിച്ചു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ക്രൈസ്തവർക്ക് വല്ലാത്ത സുഖമാണെന്ന് പറയുന്ന ഇരട്ടത്താപ്പുകാരെ തിരിച്ചറിഞ്ഞു. BJPയും സംഘപരിവാറുകാരാണ് ക്രൈസ്തവരുടെ യഥാർത്ഥ സംരക്ഷകരെന്ന് പറയുന്നവരുടെ പൊള്ളത്തരം കേരളം തിരിച്ചറിഞ്ഞു. അവർ പറയുന്നതൊന്നുമല്ല യാഥാർത്ഥ്യം. ഈ മതനിരപേക്ഷത എന്നത്, അല്ലെങ്കിൽ മതനിരപേക്ഷ കേരളം എന്നതാണ് ഏറ്റവും വലുത്, ഏറ്റവും മികച്ചത് എന്ന് ഇന്ന് എല്ലാവരും തിരിച്ചറിയുകയാണ്. എന്തായാലും കേരളം ഗംഭീരമായി ഈ വർഗീയവാദികൾക്ക് തിരിച്ചടി കൊടുത്തിരിക്കുന്നു. രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും BJP ഭരിക്കുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊക്കെ സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂല സംഘടനകളുടെ നേതൃത്വത്തിലൊക്കെ ക്രൈസ്തവർക്കും ക്രിസ്മസിനുമൊക്കെ എതിരെ വലിയ ആഹ്വാനങ്ങൾ നടക്കുമ്പോൾ കേരളം ഒറ്റക്കെട്ടായി ക്രൈസ്തവ സഹോദരങ്ങളെ ചേർത്ത് പിടിച്ച് മതനിരപേക്ഷതയുടെ ഈറ്റില്ലമാണ് നമ്മുടെ നാട് എന്ന്, ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് രാജ്യത്തോട്, ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ഇതുതന്നെയാണ് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച മറുപടി വർഗീയവാദികൾക്ക്.